ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സപ്നാസ് ആർട്സ്. അപ്പോൾ ഇന്ന് ഇതൊരു താമ്പൂർ എംബ്രോയ്ഡറി ചെയ്താലോ. അപ്പോൾ താമ്പൂർ എംബ്രോയ്ഡറി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എന്തോ വലിയ സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട. അത് നമ്മുടെ ചെയിൻ സ്റ്റിച്ചാണ്. ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് ചെയിൻ സ്റ്റിച്ച് കൊണ്ട് ഫില്ല് ചെയ്തെടുക്കുന്നതിനാണ് താമ്പൂർ എംബ്രോയ്ഡറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു താമരയുടെ ഒരു പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡാർക്ക് പിങ്ക് കളറ് ഒരു സൂചിയിൽ, നോർമൽ സൂചിയാണ്, അതിൽ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടറ്റവും ഒരുമിച്ച് കെട്ടിയിട്ടാണ് മുന്നേ ഉള്ള വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് ഒരു വശം മാത്രം കെട്ടിട്ടാൽ മതി, ഒരു തുമ്പ് മാത്രം കെട്ടിട്ടാൽ മതി, ഒരു തുമ്പ് വെറുതെ ഇങ്ങനെ ഇട്ടേക്കാം. അപ്പോൾ ഇതാ അടിവശത്തു നിന്ന് ആദ്യം കുത്തിയെടുത്തിട്ട് ആ കുത്തിയെടുത്ത ഭാഗത്ത് തന്നെ വീണ്ടും കുത്തി ഒരു ഇച്ചിരി അകലത്തിലിങ്ങനെ കുത്തിയെടുത്തിട്ട് അതിലോട്ട് ഈ നൂല് കറക്കി ഇട്ടെടുക്കുകയാണെങ്കിൽ ചെയിൻ സ്റ്റിച്ച് റെഡിയായി. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ചെയിൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തതും അതിനകത്തൂടി സൂചി കോർത്തെടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അത് ഏറ്റവും കുഞ്ഞായിട്ട് ചെയിൻ ചെയ്യുന്നതായിരിക്കും ഈ താമ്പൂർ എംബ്രോയ്ഡറിക്ക് കുറച്ച് ഭംഗിയുള്ളത്. കുറച്ച് കൂടുതൽ ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ഒരു ഔട്ട്ലൈൻ കംപ്ലീറ്റും ഈ ഒരു കളറ് നൂലിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ ഈസിയാണ്, പെർഫെക്റ്റ് ആയിട്ടിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാൻ. വളരെ സിമ്പിളുമാണ്. കാരണം ചെയിൻ സ്റ്റിച്ച് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. വളരെ ഒരുപാട് ടൈമൊന്നും ആവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നീട് ആ ലീഫിനായിട്ട് ഞാനൊരു ഗ്രീൻ കളറ്, ലൈറ്റ് ഗ്രീനാണ് ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഡാർക്ക് ഗ്രീനായിട്ട് അത് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ താമരയ്ക്കകത്ത് ഒരു ലൈറ്റ് പിങ്ക്, എനിക്ക് ഈ ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക് അങ്ങനെയുള്ള ഷെയ്ഡും വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനൊന്നങ്ങനെ ചെയ്തെടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അകത്തോട്ട് ആ താമരയുടെ നടുവിൽ ഞാൻ ഫ്രഞ്ച് നോട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രഞ്ച് നോട്ട് അറിയാത്തവർക്കായിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ചെയിൻ സ്റ്റിച്ച് തന്നെ ഒരു യെല്ലോ കളറിട്ട് ചെയ്യണം. കാരണം താമരയുടെ നടുക്കുള്ള ആ ഭാഗമില്ലേ, ചെയിൻ സ്റ്റിച്ചിനേക്കാളും ബെറ്റർ ഫ്രഞ്ച് നോട്ടാണ്. അപ്പോൾ അതൊരു നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചുരിദാറിലോ സാരിയിലോ ഒക്കെയാണ് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഫാബ്രിക്കിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിൽ അത് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇത് ഞാൻ മുന്നേ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ളൊരു ആൽബമാണ്, അത് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുകയാണെന്ന് വിചാരിക്കരുത്, വേണ്ടാത്തവരൊന്ന് സ്കിപ്പ് ചെയ്ത് പോവാം. കാരണം ഞാൻ പറയുന്നത് മറ്റുള്ളവർ കൂടി മനസ്സിലാവുന്നു എന്ന് എനിക്കൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു ചുരിദാറിലോ ബ്ലൗസിലോ എന്തിൽ വേണമെങ്കിലും നമുക്കത് വെച്ച് തയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.